അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വേറൊരു ഉദാഹരണം പഠിക്കാനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മനുഷ്യൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബാഗ് കൈമാറുകയാണ്. എന്നിട്ട് ബാഗ് തന്നിട്ട് പറയുന്നു, വൈകുന്നേരം നിങ്ങൾ ഇപ്പോൾ ഒരു ടർഫിൽ കളിക്കാമെന്ന് വിചാരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് നിങ്ങളോട് പറയാണ്, ഈ ബാഗ് നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഇന്നാളെ ഏൽപ്പിക്കണം എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഒരു സഹായം എന്ന നിലയിൽ നമ്മളത് വാങ്ങുകയും വീടിനടുത്തുള്ള നമ്മുടെ അയൽവാസിയായ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ സാധാരണ വീട്ടിൽ പോകുന്ന പോലെ തന്നെ പോകുന്നു, അല്ലെങ്കിൽ ടർഫിലെ കളി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്ന പോലെ തന്നെ പോകുന്നു. ബാഗ്, നമ്മുടെ ബാഗിൻ്റെ കൂടെ എക്സ്ട്രാ ബാഗ് കൊണ്ടുപോകുന്നു, അയൽവാസിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ ബാഗ് ഏൽപ്പിച്ച ആൾ പറയുന്നത്, ആ ബാഗിൽ എന്തായിരുന്നത് എനിക്കറിയുമോ? അപ്പോൾ നമ്മൾ പറയുന്നത് എനിക്കറിയില്ല, കാരണം നിങ്ങളിത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ബാഗ് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗിന്, ഇത്തിരി കനം ഉണ്ടായിരുന്നു ബാഗിന്. അപ്പോൾ എന്താണത് നോക്കിയില്ലേ? ഇല്ല, ഞാൻ നോക്കിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് വിചാരിക്കുക, അതിലൊരു 3 ലക്ഷം രൂപയുണ്ടായിരുന്നു, അത് നീ അതറിയാത്തത് കൊണ്ട് തന്നെ നീ അത് സേഫായിട്ട് അവിടെ കൊടുക്കും, അല്ലെങ്കിൽ നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിനക്ക് പേടി ഉണ്ടാകാൻ, ഇത്ര വലിയൊരു എമൗണ്ട് എങ്ങനെയാണ് ഞാൻ ആ ആൾക്ക് കൊടുക്കുക എന്നതായിരിക്കും നമുക്ക് പേടി. ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ആയിരിക്കും നമ്മൾ വിചാരിക്കും, ആ സമയത്ത് ആകാണ്ട് ഇത് എവിടെയെങ്കിലും ഞാൻ വെച്ച് മറന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എത്രമാത്രം ഞാൻ നടന്നിട്ടാണല്ലോ എൻ്റെ വീട്ടിൻ്റെ അടുക്കിലേക്ക് പോയത്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോയത്, അല്ലെങ്കിൽ ബസ് കയറിയാണല്ലോ, സൈക്കിൾ ഓടിച്ചിട്ടാണല്ലോ പോയത്. യഥാർത്ഥത്തിൽ ഇത്ര ലക്ഷം രൂപ ആ ബാഗിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പേടിക്കുമായിരുന്നല്ലോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് പിന്നെ തോന്നും, അല്ലേ? അറിയാത്തത് കൊണ്ട് നമുക്ക് ഒരു ഭയവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേടിയും ഉണ്ടായിരുന്നിട്ടും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എന്താണോ എൻ്റെ കയ്യിലുള്ളത്, എനിക്ക് ലഭിച്ചത്, അതിനെക്കുറിച്ച് അറിയാത്ത മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യരുടെ ഉപമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ചിലപ്പോഴും നിങ്ങൾ ഈ ആയത്ത് കേട്ടിട്ടുണ്ടാകും പല സമയങ്ങളിലും. മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിഅസ മസലുൽ ഖൗമിൽ ലദീന കസബു ബിആയാത്തില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തൗറാത്തിൻ്റെ വാഹകരാക്കപ്പെടുകയും എന്നിട്ട് അതിൻ്റെ ഭാരം വഹിക്കാതിരിക്കുകയും ചെയ്തവരുണ്ടല്ലോ, അവരുടെ ഉദാഹരണം ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാകുന്നു. അതിലേറെ നികൃഷ്ടമായ ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞ മനുഷ്യർക്കുള്ളത്. ഇത്തരം ധിക്കാരികളെ അള്ളാഹു ഒരിക്കലും മാർഗദർശനം ചെയ്യാറില്ല, ഹിദായത്തിലാക്കുകയുമില്ല. അപ്പോൾ റബ്ബ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് 2 അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് പൊതുവായിട്ട് പറയുകയാണ്, തൗറാത്ത് ലഭിച്ച മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹം, ജൂത ക്രൈസ്തവ സമൂഹം യഥാർത്ഥത്തിൽ ആ തൗറാത്തിനനുസരിച്ച് ജീവിക്കുകയും അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടവരായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. രണ്ടാമത് അവരുടെ തെറ്റ്, തൗറാത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ തന്നെയുണ്ട്, ഞാൻ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്നും നിന്നെപ്പോലൊരു പ്രവാചകനെ അവർക്കിടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കും, ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകനെ പോലെ ഒരാൾ തീർച്ചയായിട്ടും മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക് ശേഷം ഉണ്ടാവും, അള്ളാഹു പ്രവാചകനായിട്ട് നിശ്ചയിക്കും എന്ന് തൗറാത്തിൽ ഉണ്ടായിട്ട് കൂടി അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്നതിനേക്കാളും ആദ്യത്തിൽ വിശ്വസിക്കേണ്ടിയിരുന്നവർ ജൂത ക്രൈസ്തവരായ മനുഷ്യരായിരുന്നു. കാരണം തൗറാത്തിൽ ഇതുണ്ട്. പക്ഷെ അവരാണ് ആദ്യമായിട്ട്, എല്ലാവരേക്കാളും മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവർ അവരാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഗ്രന്ഥം ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യം? ഗ്രന്ഥമുണ്ടാവുകയും അതിൽ നിന്നും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന
അതിനനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ യഥാർത്ഥത്തിൽ പുസ്തകം ചുമക്കുന്ന കഴുതയെ പോലെയാണ്. ഇത് നമ്മളെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നോ ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നോ അറിയാത്ത മനുഷ്യരായ നമ്മളും യഥാർത്ഥത്തിൽ ഈ പുസ്തകം ചുമക്കുന്ന കഴുതയെ പോലെയാണല്ലേ. ചിലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ വലിയ അതിവിശാലമായൊരു ലൈബ്രറി ഉണ്ടാകും, അതിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പുസ്തകങ്ങൾ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് എനിക്ക് അറിവുണ്ടാവോ? ഇല്ല. എനിക്കതിൽ അറിവുണ്ടാവുക ഞാനത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ കുറേ പുസ്തകങ്ങളുണ്ട് പഠിക്കാൻ, എൻ്റെ സിലബസ് വളരെ കട്ടി സിലബസാണ്, അല്ലെങ്കിൽ അധ്യാപകരൊക്കെ സൂപ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായോ? ഞാൻ ക്ലാസ് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യുകയും പഠിക്കുകയും ആ പുസ്തകം പഠിക്കുകയും അതിനനുസരിച്ച് പരീക്ഷ എഴുതുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് മാർക്ക് കിട്ടുക. അതല്ലാതെ എൻ്റെ ടീച്ചേഴ്സ് അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടോ എനിക്ക് ഇത്രമാത്രം എൻ്റെ ടേബിളിൽ ഇത്ര പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. എന്നതുപോലെ നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമയുടെ സമൂഹത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നിട്ട് റബ്ബ് പറയാണ്, ഇവരെക്കാളും കഷ്ടമാണ് അള്ളാഹുവിന് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ. കാരണം എന്താ? ഇവർക്ക് കഴുതനെ സംബന്ധിച്ചിടത്തോളം കഴുതക്ക് അറിയില്ല. ഇപ്പോൾ കഴുതയുടെ പുറത്ത് രത്നങ്ങളുടെ ഒരു കിഴി വെച്ചു കൊടുത്താലും വലിയൊരു ഭാണ്ഡം വെച്ചു കൊടുത്താലും വസ്ത്രത്തിൻ്റെ ഭാണ്ഡം വെച്ചു കൊടുത്താലും അതിന് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം അതൊരു അലക്ക് ഭാണ്ഡമായിട്ട് അത് കരുതും. അതിങ്ങനെ എങ്ങോട്ടേക്കാണോ തെളിച്ചു കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക്, യജമാനൻ പറയുന്നിടത്തേക്ക് അതൊരു കഴുതയായി കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്താണോ തങ്ങളുടെ കയ്യിലുള്ളത് എന്നറിയാതെ ഇതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മനുഷ്യരായ നമ്മൾ യഥാർത്ഥത്തിൽ കഴുതകളാണ്, ഗ്രന്ഥം ചുമക്കുന്ന പുസ്തകം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. കുറച്ച് മൂർച്ചയുള്ള ഒരു ഉദാഹരണം തന്നെയാണെന്നല്ല, അല്ലെങ്കിൽ വിമർശനമാണ് അള്ളാഹു ഇതിലൂടെ നിശ്ചയിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഒരു അവതരണത്തെ, അതുകൊണ്ടാണ് പറയുന്നത് ഇത് വലിയൊരു ഭാരമാണ്. പക്ഷെ തൗറാത്ത് നൽകപ്പെടുത്ത ഒരു ജനസമൂഹത്തിന് അതിൻ്റെ ഒരു ഭാരം അവർക്കൊരിക്കലും അനുഭവപ്പെടുന്നില്ല, മനസ്സിലാവുകയും ചെയ്യുന്നില്ല. അവരിങ്ങനെ ഈ തൗറാത്തിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഇതെങ്ങാനും ഒരു പാറയുടെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതെങ്കിൽ അത് ഭയത്താൽ അത് പൊട്ടിച്ചിതറുമായിരുന്നു എന്ന് റബ്ബ് പറയുന്നുണ്ട്. കാരണം ഇത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അത് പൊട്ടിച്ചിതറേണ്ടതാണ്, ഭയം കൊണ്ട് കുലുങ്ങി വിറക്കേണ്ടതാണ്. ഭയം കൊണ്ട് മനുഷ്യർ കരയുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ സുജൂദിൽ വീഴുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ മനുഷ്യൻ ഇത് അലസമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ ബാഗിൽ എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞാലാണ് അതിനെക്കുറിച്ച് നമുക്ക് ഭയം അനുഭവപ്പെടുക, അല്ലെങ്കിൽ വല്ലാത്ത ഭീതി തോന്നുക. മറിച്ച് എന്താ ബാഗിലെന്ന് അറിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയമുണ്ടാക്കുന്നില്ല. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന അവസാനത്തിൽ, ഇങ്ങനെ അള്ളാഹുവിനെ നിഷേധിച്ച ഒരു കൂട്ടർ ജനതയെ പിന്നീട് അള്ളാഹു ഹിദായത്തിലാക്കില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കഴുതകളെ പോലെ ഞങ്ങൾക്ക് ഗ്രന്ഥമുണ്ട്. നിങ്ങൾ ഖുർആനിൻ്റെ തന്നെ ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. റമദാൻ മാസത്തിൽ മാത്രം ഖുർആൻ പാരായണം ചെയ്യുന്ന, എന്നിട്ട് നിങ്ങൾ എത്ര ഓതിയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഖത്തം പൂർത്തിയാക്കി, 2 ഖത്തം പൂർത്തിയാക്കി. എന്താണ് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഫീലിങ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എവിടെയാണ് നിങ്ങളെ അത് സ്ട്രൈക്ക് ചെയ്തത് അല്ലേ? നിങ്ങൾ ഏത് സമയത്താണ് ഖുർആൻ പാരായണം ചെയ്യപ്പോൾ കരഞ്ഞു പോയത്? നിങ്ങൾക്ക് എപ്പോഴാണ് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല, ഒരു സെയിം മൂഡിലായിരുന്നു ഞാൻ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ വിചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല, എൻ്റെ ജീവിതത്തെ അത് ബാധിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തെ അത് മാറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, എന്താണ് എനിക്കുള്ളത്, എന്താണ് ഈ ഖുർആനിൻ്റെ ഗൗരവം, അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മനുഷ്യർക്കാണ് യഥാർത്ഥത്തിൽ ഇതിനോട് വല്ലാത്ത റെസ്പെക്റ്റ് ഉണ്ടാവുക. അവൻ്റെ മനസ്സ് ഭയമുണ്ടാകും,
ആ പാറ എങ്ങനെയാണോ ഭയത്താൽ പൊട്ടിത്തെറിക്കുന്നത്, അതുപോലെ മനുഷ്യൻ്റെ ഹൃദയം എന്ത് ചെയ്യും? പ്രകമ്പനം കൊള്ളും. അത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഖുർആൻ എന്നും നമുക്കിതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തരികയാണ്. അപ്പോൾ തൗറാത്ത് ഇറക്കിയ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനസമൂഹത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മളെക്കുറിച്ചും നമ്മളിത് ആലോചിക്കേണ്ടതാണ്. ചിലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ചില ആനകളുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇപ്പം അമ്പലത്തിൽ ആന ഇടഞ്ഞു, എന്നിട്ട് എന്താ കാണിക്കുക? അമ്പലത്തിൽ ആന ഇടഞ്ഞതിന് ശേഷം അതിങ്ങനെ കാറൊക്കെ ഇങ്ങനെ ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കുന്നു, തൂണൊക്കെ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് വലിച്ച് പൊട്ടിക്കുന്നു, അല്ലേ? കുറേ കാലങ്ങൾ കൊണ്ട് പണിതുണ്ടാക്കിയ പന്തലുകളൊക്കെ നിശേഷം അതിന് തുമ്പിക്കൈ കൊണ്ട് ഇതിനെ ചുറ്റി കറക്കി എറിയുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക, ആനയ്ക്ക് ശരിക്കും ആനയുടെ വലിപ്പം അറിയില്ലല്ലോ എന്ന് സാധാരണക്കാർ പറയാണ്ട്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയ്ക്ക് ആനയുടെ വലിപ്പത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ചങ്ങലക്കുള്ളിൽ അതിങ്ങനെ അനുസരണയോടുകൂടി നിൽക്കുമായിരുന്നില്ല, അല്ലേ? ചെറിയൊരു അനക്കം മതി എല്ലാ മനുഷ്യരും ഭയന്നോടാൻ എന്ന് പറയാറുണ്ട്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ നമ്മളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ എന്താണ് അതിനെ കൊണ്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അഭിമാനിക്കുകയും മനുഷ്യർക്ക് അഭിമാനത്തോടുകൂടി പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ നിങ്ങളത് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഖുർആനിൽ പല ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, പല അത്ഭുതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തേനീച്ചയെക്കുറിച്ച്, ഉറുമ്പിനെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച്, ഉറവകളെക്കുറിച്ച്, കൊതുകിനെക്കുറിച്ച്, അകിടിലുണ്ടാകുന്ന ഒരു പശുവിൻ്റെ അകിടിലെ പാലും ചോരയും അതിൻ്റെ ചാണകവും എങ്ങനെയാണ് വേർതിരിച്ചിട്ട് പാല് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ഭ്രൂണമുണ്ടാകുന്നതിനെക്കുറിച്ച്, ഒരു ഗർഭസ്ഥ ശിശു, ഞങ്ങൾ ബയോളജിയിലൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ പഠിക്കും. ആദ്യം ഇങ്ങനെ രക്തപിണ്ഡമാകുന്നതുണ്ട്, അത് പിന്നെ പറ്റിപ്പിടിക്കുന്നു, പിന്നീട് അതിലേക്ക് അത് മാംസകഷ്ണമാകുന്നു, പിന്നെ എല്ലുകൾ ഉണ്ടാകുന്നു, ഒരു മാംസം കൊണ്ട് പൊതിയുന്നു. ഇങ്ങനെ അതിൻ്റെ ഓരോ ടൈം പീരീഡിനെ കുറിച്ചും ഒരു കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കും. പിന്നീട് തലച്ചോറ് വികസിക്കുന്നു, പിന്നീട് 4-ാം മാസത്തിൽ റൂഹിടുന്നതോട് അനക്കമുണ്ടാകുന്നു, അത് പിന്നീട് 5-ാം മാസത്തിൽ ഇളകാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ഒരു 280 ദിവസക്കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ ചില ആയത്തുകൾ കൃത്യമായിട്ട്, എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പൊക്കെ വികസിക്കുന്നതിന് മുമ്പേ, ഇന്നത്തെ ഈ കാലത്തുള്ള എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും, അല്ലെ, മെഷീനുകളും ഉണ്ടാകുന്നതിന് മുമ്പേ എന്താണ് ഗർഭാശയത്തിൽ നടക്കുന്നത്? ആദ്യകാലങ്ങളിൽ ശാസ്ത്രം തന്നെ വിശ്വസിച്ചിരുന്നത് പൂർണ്ണമായൊരു മനുഷ്യനുണ്ടാകും ഒരു കുഞ്ഞു രൂപത്തിൽ, അതിങ്ങനെ വളർന്ന് ഒരു 9 മാസമുള്ളൊരു കുഞ്ഞാവുകയാണ് എന്നായിരുന്നു ശാസ്ത്രം തന്നെ വിശ്വസിച്ചിരുന്നത്. കാലങ്ങൾക്ക് ശേഷം ഈ പറയുന്ന എല്ലാ സാങ്കേതികതയും അതിൻ്റെ ടെക്നോളജിയും വികസിച്ചതിന് ശേഷമാണ് കുഞ്ഞായിട്ടല്ല ആദ്യം ഉണ്ടാകുന്നതെന്നും, അതൊരു രക്തത്തുള്ളി, പിന്നെ ഒട്ടിപ്പിടിക്കുന്ന സാധനം, പിന്നെ അത് രക്തപിണ്ഡമാകുന്നു, മാംസപിണ്ഡമാകുന്നു, പിന്നീട് അസ്ഥികൾ കൊണ്ട് പൊതിയുന്നു എന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആൻ നമ്മളുടെ കയ്യിലാണ് അത്ഭുതങ്ങളെക്കുറിച്ച് അള്ളാഹു നിരന്തരമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനേഴ്സുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ഒരാൾ ഇരുന്നിടത്ത് നിന്നും അവനെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾ അവിടെ ഇരിക്കരുത്, ഇതൊരു മാനേഴ്സാണ്. പക്ഷെ ഇതൊരു മാനേഴ്സായി പഠിക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലോ ഒരാൾ പഠിപ്പിക്കുമ്പോഴായിരിക്കും. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കണം എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെയും ജനതയും പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അറിവുകളുടെ ലോകം, അറിവുകളുടെ വലിയൊരു ഭണ്ഡാരം നമ്മളുടെ കയ്യിലുണ്ട്, അതൊരു നിധിയാണ്. പക്ഷേ ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ മൂല്യമറിയാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴുതകളെ പോലെ, പുസ്തകം ചുമക്കുന്ന കഴുതയെ പോലെ, ഈ കഴുതക്ക് അതിൽ നിന്നും ഒരറിവും കിട്ടാത്തതുപോലെ, വിഡ്ഢിയായ കഴുത പുസ്തകം ചുമക്കുന്നത് പോലെ വേദഗ്രന്ഥവും ചുമന്ന് നടക്കുന്ന ഒരു കൂട്ടർ മാത്രമാണവർ എന്ന് തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ 2026
ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിനെ ഇത്തരത്തിൽ തന്നെ കഴുത പുസ്തകം ചുമക്കുന്നത് പോലെ കൊണ്ടു നടക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറരുത് എന്നൊരു വലിയൊരു ഗുണപാഠം കൂടി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ ഗ്രന്ഥം ചുമക്കുന്ന, പുസ്തകം ചുമക്കുന്ന, ഭാണ്ഡം ചുമക്കുന്ന, അല്ല പുസ്തകത്തിൻ്റെ ഭാണ്ഡം ചുമക്കുന്ന കഴുതകളെ പോലെ ആവാതെ വിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും അന്തസ്സോടുകൂടി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.